എന്ന് പാർട്ടിക്ക് വിവരം കിട്ടിയാൽ ആ പാർട്ടി വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ കഥ തന്നെ അവിശ്വസനീയമാണ്. രണ്ട് ഒരു പക്ഷേ മെഡിക്കൽ എവിഡൻസ് ഇത്രയും കാലം കഴിഞ്ഞ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ സ്ത്രീയെ അവിശ്വസിക്കണം? ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ 2 മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് എന്തുകൊണ്ടാണ്? ആ പരാതി രജിസ്റ്റേർഡ് പോസ്റ്റ് ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും ഗൗരവമായൊരു വിവരം കിട്ടിയിട്ട് ഓഫീസ് എന്ത് ചെയ്തു? ആഭ്യന്തര കാര്യം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ആ വിവരത്തിന് അറിയിച്ചെങ്കിൽ അദ്ദേഹം എന്ത് നിർദ്ദേശം കൊടുത്തു? ഇതിനൊക്കെ പുറമെ എനിക്ക് ഏറ്റവും സംശയം തോന്നുന്ന കാര്യം, ഈ കേസിൽ എങ്ങനെ 164 സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം? ക്രിമിനൽ നടപടി നിയമത്തിൽ 164 വകുപ്പ് ഒന്നുകിൽ കുറ്റസമ്മതം അല്ലെങ്കിൽ സാക്ഷി കൂറുമാറും എന്ന് ഭയപ്പാടുള്ളപ്പോൾ പോലീസ് ചെന്ന് മജിസ്ട്രേറ്റിനോട് അഭ്യർത്ഥിച്ചെടുക്കുന്നതാണ്. ഇവിടെ ഒരു കേസ് പിൻവലിക്കാൻ ഒരു സ്ത്രീ മജിസ്ട്രേറ്റിനെ സമീപിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് വരെ ഉണ്ടാവാത്താണ്. 164 വകുപ്പ് കേസ് പിൻവലിക്കാനല്ല. സാർ, പിന്നെ ആ മജിസ്ട്രേറ്റ് ഈ നടപടികൾ പൂർത്തീകരിച്ചത് എന്തുകൊണ്ടാണ്? എനിക്കത് വാസ്തവത്തിൽ അത്ഭുതമായി തോന്നുന്നു. ക്രിമിനൽ നടപടി നിയമത്തെക്കുറിച്ച് പ്രാഥമിക പരിജ്ഞാനമുള്ള ഒരു മജിസ്ട്രേറ്റും എന്നെ ബലാത്സംഗം ചെയ്തു പക്ഷേ എനിക്ക് പരാതിയില്ല എന്ന് 164 എഴുതിയെങ്കിൽ ഒന്നുകിൽ ആ മജിസ്ട്രേറ്റിനെ സ്വാധീനിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റിന് പരിചയം കുറവാണ്. രണ്ടായാലും ആ നടപടി നിയമവിരുദ്ധമാണ്. തീർച്ചയായിട്ടും ഒരു കോടതിയും ആ 164 സ്റ്റേറ്റ്മെൻറ്റിന് ഒരു വില കൊടുക്കാൻ പോകുന്നില്ല. മർമ്മപ്രധാനമായ ചോദ്യം നിയമവിദഗ്ധൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് കെ രാംകുമാർ, ശ്രീമതി പാർവതിയും ശ്രീമതി ഭാഗ്യലക്ഷ്മിയും ഒക്കെ തേടുന്നതും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇവിടെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഭാവമുണ്ട് എന്നത് അങ്ങ് തന്നെ സമ്മതിക്കുന്നു. ഒരു സെക്കൻഡ് ശ്രീമതി ഭാഗ്യലക്ഷ്മി, എന്ത് തുടർ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്? വേണു, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംഭവം നടന്നത് 2013 സെൻട്രൽ 3-ാം ആക്ടിന് ശേഷമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ബലാത്സംഗ കേസുകളിലും കാര്യമായ ഭേദഗതി വരുത്തി സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഡൽഹിയിലെ സംഭവത്തിന് ശേഷം ജനപ്രതിനിധികളൊക്കെ യോജിച്ചുകൊണ്ടുണ്ടാക്കിയ നിയമത്തിന് ശേഷമാണ്. ആ നിയമം നടപ്പിൽ വന്ന ശേഷം ഒരു സ്ത്രീയുടെ മൊഴി മാത്രം വെച്ചുകൊണ്ട് ശിക്ഷിക്കാമെന്ന് നമ്മുടെ കോടതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മൊഴി സൂക്ഷ്മമായി പരിശോധിക്കണം, നിശ്ചിതമായ എതിർവിസ്താരത്തിന് വശംവദരാക്കണം. ആ തെളിവിന് മറ്റെന്തെങ്കിലും സാഹചര്യ തെളിവുകളുടെ ഉപോത്ഭകമായ സഹായമുണ്ടാവണം. ആ നിലയ്ക്ക് ശ്രീമതി ഭാഗ്യലക്ഷ്മിയും പാർവതിയും ഭയപ്പെടുന്നത് പോലെ നിയമത്തിൽ ഒരു പരിരക്ഷയുമില്ല എന്ന വാദത്തോട് എനിക്കത്ര വിയോജിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീമതി പാർവതിക്ക് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അവസാനമായി, ഇവിടെ നിയമത്തിൻ്റെ വാതിൽ അടയുന്നില്ല. മറ്റൊന്ന്, രാഷ്ട്രീയമായ പരിഹാരത്തിലേക്ക് പോവുകയാണോ ഇപ്പോൾ ശരിയായ വഴി? മുഖ്യമന്ത്രിയെ സമീപിക്കൽ വേണം, പക്ഷേ ഈ സ്ത്രീ തന്നെ പറയുന്നത് പോലെ ഇനി അതൊന്നും തെളിയപ്പെടാൻ പോകുന്നില്ല. ആ കൗൺസിലറിന് മാതൃകാപരമായൊരു നടപടിയെങ്കിലും നൽകുകയാണ് വേണ്ടത്. അങ്ങനെ പരിമിതപ്പെടേണ്ട ഒരു സാഹചര്യമല്ല ഇത്. അല്ല, തീർച്ചയായിട്ടും അല്ല. കൗൺസിലറിന് മാതൃക ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഗൂഢാലോചന വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം, എത്ര പ്രാവശ്യം എത്ര സ്ഥലങ്ങളിൽ അവർ ഒരു പരിഹാരത്തിന് വേണ്ടി പോയിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. അവരെ നിർബന്ധിച്ച ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ തലകറങ്ങി ബോധം പോയിട്ട് വീണിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലായിരിക്കും ബോധക്ഷയം സംഭവിച്ചു ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ എത്തി. അപ്പോൾ എത്രമാത്രം നിസ്സഹായതയിൽ നിന്നുകൊണ്ടായിരിക്കും അവർ ഈ ആത്മഹത്യയുടെ വക്കിലെന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത് അക്ഷരം പ്രതി ഞാൻ വിശ്വസിക്കുകയാണ്. സഹായിക്കാൻ പോയ കൗൺസിലറെ കരഞ്ഞുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നെങ്കിൽ എത്രമാത്രം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു എതിർപ്പ്
അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലങ്ങളിലുമുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇവിടെ ജാഗ്രതാ സമിതി ഉണ്ടായിക്കൊണ്ട് കൗൺസിലറിന് സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുക്കാനായിട്ടാണ് ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. ഗുരുതരമായ പ്രശ്നമാണ്. ഇതിനേക്കാൾ ഗുരുതരമായ അടിവരേണ്ട പ്രശ്നം പോലീസുകാരൻ്റെ പ്രശ്നമാണ്. ഒരു സ്ത്രീയുടെ ഒരു കേസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് നടപടിയെടുത്തത്, എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചത്, എന്താണ് ഈ സ്ത്രീക്ക് പരിരക്ഷയാവേണ്ട ഒരു നിയമപാലകൻ അദ്ദേഹത്തിനെ വിളിച്ചൊന്ന് ചോദിച്ചു പോലും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പിന്നീട് അദ്ദേഹം നിയമം ഈ 164 പ്രകാരം ഇത് കേസ് പിൻവലിപ്പിച്ചതിന് ശേഷം പറഞ്ഞു പോലും. ഇതെന്താണിത്? ഇത് എന്ത് വിട്ടിത്തരമാണ് നമ്മളെല്ലാവരും കൊണ്ടിരുന്ന് ഇങ്ങനെ ദിവസവും വൈകുന്നേരങ്ങളിൽ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്നത്? യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ത്? ഇത് ശരിക്കും ഗൗരവമല്ലേ? ശരി, നന്ദി ശ്രീമതി പാർവതി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ അനിലക്കര പറയുകയായിരുന്നു അദ്ദേഹത്തിന് പരാതി കൊടുത്തത് ഒരു പകർപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് 2.5 മാസം മുൻപ് അയച്ചിട്ടുണ്ട്, പോലീസ് സൈബർ സെല്ലിന് അയച്ചു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെയും ഈ യുവതി കാണുകയുണ്ടായല്ലോ, ഈ സ്ത്രീ കാണുകയുണ്ടായല്ലോ, ഈ ഇര കാണുകയുണ്ടായല്ലോ. അതിൻ്റെ വിശദാംശങ്ങൾ ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് അറിയാമോ? മുഖ്യമന്ത്രിക്ക് രജിസ്റ്റേർഡായി കിട്ടിയെങ്കിൽ അഡ്വക്കേറ്റ് കെ രാംകുമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കൃത്യവിലോപം ആ ഓഫീസിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? ഇന്ന് ഈ കുട്ടി മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. കാണാം എന്ന് പറഞ്ഞു, പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. എൻ്റെ ചോദ്യം മറ്റൊന്നാണ്. അതായത് എനിക്ക് വന്നിരിക്കുന്ന പഴയ ഒരു പത്രത്തിൻ്റെ മെസ്സേജിൽ ഓഗസ്റ്റ് 15, 2016 ഈ കേസ് വളരെ വ്യക്തമായിട്ട് മാതൃഭൂമി പത്രത്തിൽ വാർത്തയായി വന്നിരിക്കുന്നു. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ മുനിസിപ്പൽ കൗൺസിലർ അടക്കം 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന്. അതിൽ ജയന്തൻ, സഹോദരൻ ജിതേഷ്, ബിനിഷ്, ഷിബു എന്നിവർക്കെതിരെയാണ് പേരാമംഗലം CI മണികണ്ഠൻ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. എന്റെ ചോദ്യം, 2014 തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. അതാണ് അടുത്ത വരി. 2014 പറഞ്ഞിരിക്കുന്നു, 2016 പത്രവാർത്ത വളരെ വ്യക്തമായി വന്നിരിക്കുന്നു. എന്നിട്ട് ഈ ജയന്തൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇരുന്ന് വളരെ പിഞ്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം സംസാരിക്കുന്നു. ഇവർ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണെന്ന് നേരത്തെ രാംകുമാർ സാർ ചോദിച്ച ചോദ്യം ഞാൻ ഉച്ചയ്ക്ക് ജയന്തനോട് ചോദിച്ചു. വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഇത്രയ്ക്ക് വിവരമില്ലാത്ത ഒരാളാണോ നമ്മുടെ കൗൺസിലറായി ഒരു ജില്ലയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മനുഷ്യനെ പീഡിപ്പിക്കാൻ മാത്രം, ഈ മനുഷ്യനെ ഭീഷണിപ്പെടുത്താൻ മാത്രം, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മാത്രം ശക്തയായ ഒരു വനിതയാണോ ഈ പെൺകുട്ടി? അല്ല, ഈ 3 കൗൺസിലർമാരെയും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. നമ്മളെല്ലാം അങ്ങ് വിശ്വസിക്കും എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഈ 3 കൗൺസിലർമാരെയും അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ കൗൺസിലർമാരല്ല ഇവര്. നാട്ടുകാർക്ക് അറിയാം. ഇത് ആരോടാണ് ഈ പറയുന്നത്? ജയന്ത് ടെലിഫോൺ ലൈനിലുണ്ട്. ഒരു നിമിഷം ശ്രീമതി ഭാഗ്യലക്ഷ്മി സംസാരിക്കൂ. ജയന്തൻ അതിനുള്ള മറുപടി ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് ബോധ്യപ്പെടുന്ന മറുപടി ഉണ്ടോ? സാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സുഹൃത്തെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കേബിൾ ഓപ്പറേറ്റിംഗ് സംവിധാനത്തിന് ആവശ്യമായി കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ സമയത്ത് ആ പണം കടം കൊടുത്തു എന്നുള്ളത് തിരിച്ചു ചോദിച്ചാൽ ഇത്രമാത്രം ഒരു പുരുഷനായി പോയി എന്നുള്ളത് കൊണ്ട് ഒരാൾ പീഡിപ്പിക്കപ്പെടുമെന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു സാർ. ഞാൻ ഒരു കാര്യം പ്രത്യേകം ഒരു കാര്യം എന്നെ പറയാൻ അനുവദിക്കണം സാർ. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് പണം കൊടുത്താൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സാർ. ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് സ്വാഭാവികമായിട്ടും ഒരാളുടെ അടുത്ത് വന്ന്, സമൂഹത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വന്ന് ഒരു പരാതി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഒരാൾ പറയുന്നത് 100% വിശ്വസിക്കാതെ ഒരു 10% എന്താണ് അപ്പുറത്തുള്ള ആൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും എല്ലാവരും കാണിക്കേണ്ടതാണ് സാർ. കാരണം തീർച്ചയായിട്ടും ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയൂ. ഞങ്ങൾ ചോദിക്കുന്നതിന് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, ജയന്തൻ കേൾക്കുന്നുണ്ട്. ഉത്തരം പറയാൻ പറയൂ. എന്തുകൊണ്ട് 2016
2016 എന്തുകൊണ്ട് നിങ്ങൾ ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തില്ലെന്ന് രാംകുമാർ സാർ ചോദിച്ചു. ഞാനും ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുത്തില്ല? അതിന് മാത്രം. ബാക്കി ആ കുട്ടി പറഞ്ഞതെല്ലാം നുണയായി തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിക്കെതിരെ എന്നെ ഇങ്ങനെ അനാവശ്യമായി ലൈംഗികപരമായി എന്നെ പീഡിപ്പിക്കും, ഞാൻ ഈ കുട്ടിയെ ലൈംഗികപരമായി ഉപയോഗിച്ചു എന്ന് പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുത്തില്ല? അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ ഒരു കുറ്റവാളിയായി നിൽക്കേണ്ടി വരുമായിരുന്നോ? ഒരു കാര്യം ഞാൻ വീണ്ടും മാഡത്തിനോടുള്ള എല്ലാ ബഹുമാനവും പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു വിഷയത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നയാൾ ഒരു പൊതുപ്രവർത്തകനാണ്. ആ പൊതുപ്രവർത്തകനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം വളരെ ഗൗരവമായ ഒരു ആരോപണമാണ്. ആ ആരോപണത്തെ സംബന്ധിച്ച് അവർ തന്നെ സ്വമേധയാ പോലീസിനോടും അതുപോലെ തന്നെ കോടതിയോടുമൊക്കെ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് അത് തിരുത്തണം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ വീണ്ടും അവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ വീണ്ടും സമൂഹത്തിന് മുന്നിൽ ഒരു മോശക്കാരിയെ ചിത്രീകരിക്കാനോ വേണ്ടി ഒരു കേസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ജയന്ത് ജയന്ത് പ്ലീസ് ഇങ്ങനെ പൊട്ടത്തരം പറയാതിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഒരു പത്രത്തിൽ വാർത്ത വരുമ്പോൾ കാണരുത്. അതും കുറ്റം ആരോപിക്കപ്പെട്ട ആൾ മാത്രമാണ് എന്നെ ഒരു കുറ്റവാളിയായി ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത്. ഒരു സമൂഹത്തിൽ ഒരു നമ്മുടെ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരാൾ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ഉന്നയിച്ച ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല സാർ. അത്തരത്തിലൊരു അന്വേഷണത്തെ ഞാൻ നേരിടാനും അല്ലെങ്കിൽ ന്യായമായും എനിക്കെതിരായി ആ രീതിയിലുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്നുള്ളതിലേക്ക് എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ എനിക്കെതിരെ ഈ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ സമൂഹത്തിനായിട്ടുള്ള എന്നെ ഈ രീതിയിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള. മിസ്റ്റർ ജയന്ത്, നിങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യനല്ല, നിങ്ങൾ ഒരു ജനപ്രതിനിധിയാണ്. തീർച്ചയായും നാളെ നിങ്ങൾ സമൂഹത്തിന് മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയില്ല? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി, നിങ്ങളുടെ കുടുംബജീവിതം എല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ അന്ന് തന്നെ അതിനൊരു നടപടി എടുക്കണമായിരുന്നു. നിങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതിന് നിങ്ങൾ ആ കുട്ടിയുടെ പേരിൽ ആവശ്യമില്ലാത്ത ആരോപണം ചുമത്താൻ പാടില്ല. നിങ്ങൾ തെളിയിക്കൂ. നിങ്ങൾ തെളിയിക്കുമ്പോൾ സമസ്താപരാധം ഞങ്ങൾ സംസാരിച്ചോളാം. മാഡം, 2016 ആഗസ്റ്റ് മാസത്തിൽ അവർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു മൊഴി കൊടുത്തതിന് ശേഷം നാളിതുവരെയായിട്ട് ഈ ആരോപണം ഉയർന്നു വന്നിട്ടില്ല. ഇന്നാണ് ഈ ആരോപണം വീണ്ടും ഉയർന്നു വരുന്നത്. ജയന്തൻ കേട്ട് കാണുമല്ലോ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞത്. അതൊരു അബദ്ധമായിരുന്നു. യാതൊരു നിയമപരമായ നിലനിൽപ്പുമില്ലാത്ത ഒരു 164 ആണത് എന്ന്. എനിക്ക് പരാതിയില്ല എന്ന് ഒരാൾ പോയി പറയുന്നതാണോ 164? അറിയില്ല, അല്ല എനിക്കറിയില്ലല്ലോ സാർ. ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചില്ലേ പറയുന്നത് സാർ. ശരി, ഇത്രയും അജ്ഞത നടിക്കുന്ന താങ്കളോട് അനിൽ അക്കരയുടെ കൈവശം ഇരിക്കുന്ന പരാതിയിൽ, മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയുടെ പകർപ്പിൽ പറയുന്നൊരു വാചകമുണ്ട്. 2012 മുതൽ 2014 വരെ മേൽപ്പറഞ്ഞ ജയന്തന്റെ തറവാട് വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത്. അതെ സാർ. അപ്പോൾ പരിചയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സുഹൃത്തിന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവരെ ഒരു പരിചയമുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും സാർ. ശരി, ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സാറിന്റെ വീടിന് സമീപത്തുള്ള ഒരാൾ ഇത്തരത്തിൽ സാറിനെതിരായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ സാറിനും അത്തരത്തിലുള്ള ഒരു വേദന ഉണ്ടാവില്ല സാർ. ദയവീത് ടെലിഫോണിൽ തുടർന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയന്തനോട് അല്പനേരം കൂടി ഈ ചർച്ചയിൽ തുടരണമെന്ന്. ഞാൻ ഇടവേളയിലേക്ക് പോയതിനു ശേഷം മറ്റതിഥികളിലേക്ക് തിരികെ എത്താം.